സുജാത. മാഡം. ഇന്ന് നീ വിളമ്പണം. ശരി മാഡം. കല്യാണി, ഇന്ന് നീയും ഞങ്ങളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. തൃച്ചംബരം കുടുംബത്തിലെ ഒരു അംഗമായിട്ട്. കല്യാണി എന്ന് എങ്ങനെയും ബ്രോഡ് എടുത്തിരുത്തണം. അതിനു വേണ്ടിട്ടൊരു നമ്പർ ഇറക്കിയാലോ. കല്യാണി, അമ്മ പറഞ്ഞു കേട്ടില്ലേ? വാ, വന്ന് ചെറുക്കൻ്റെ അടുത്തിരുന്ന് കഴിക്കി. ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ കല്യാണി? വാ വന്നേ, വാ കല്യാണി, അമ്മ പറഞ്ഞു കേട്ടില്ലേ? വാ ഇവിടെ ഇരുന്നേ. അങ്ങനെ ചന്ദ്രപ്രതാപ ഭാഗ്യവാനേ. ചന്ദ്ര. ആന്റി, കല്യാണിയെ പൊന്നുപോലെ നോക്കണം. ഒരു കാരണവശാലും കല്യാണി വിഷമിക്കാൻ ഇടവരരുത്. കേട്ടല്ലോ? ഇല്ല ആന്റി, കല്യാണം ഞാൻ പൊന്നുപോലെ നോക്കാം. ഇത് ചന്ദ്രന്റെ വാക്കാ. ശരി ശരി. കല്യാണി മാഡം, ഇനി നന്നായിട്ട് റെസ്റ്റ് എടുത്താ മതി. കല്യാണം കഴിയുന്നത് വരെ നീ അടുക്കളയിൽ ജോലിക്കൊന്നും കയറണ്ട. ശരി മാഡം. കല്യാണി മകം അനിയൻകുട്ടൻ അവിട്ടം ഈയിടെയായി മുടങ്ങാതെ അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ. എന്താ വല്ല വിശേഷവും? മോളുടെ വിവാഹ ദിവസം അടുത്തു. നന്നായി. അമ്മയെ നന്നായി പ്രാർത്ഥിച്ചോളൂ, എല്ലാം ഭംഗിയായി വരും. ഓ. ദേവിക രോഹിണി. ഹലോ, ഒന്ന് നിന്നാട്ടെ. മാഡം, തൃച്ചംബരത്തെ ഡ്രൈവർ പണി പോയാലും ദാസ് അങ്ങ് പിഴച്ചോളൂ എന്ന് മനസ്സിലായി. സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിച്ചാലേ കിട്ടുന്നത് പൂത്ത കാശല്ലേ. അതുകൊണ്ടേ കൺഗ്രാറ്റുലേഷൻസ്. സത്യം പറയാലോ, കാട്ടിലേക്ക് കിടന്നുള്ള നിങ്ങളുടെ അഭിനയം പൊളിച്ച്. നല്ല ടൈമിങ്ങും നല്ല ഒറിജിനാലിറ്റി ആയിരുന്നു. സിനിമയായിരുന്നെങ്കിൽ ഭരത് അവാർഡ് ഉറപ്പാ. മാഡം എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, ഇനി എന്ത് മനസ്സിലാക്കാൻ? അച്ഛനും മോളും ആ തടിയൻ ചെക്കനും കൂടി ഒരു നാടകം അഭിനയിച്ച് ഫലിപ്പിച്ച് ഞാൻ പ്ലാൻ ചെയ്ത രജിസ്റ്റർ വിവാഹം അങ്ങ് മുടക്കിയില്ലേ. ഇതാ ചുങ്കൻ ചന്ദ്രനും മനസ്സിലായില്ലെങ്കിലും വിലാസിനിക്ക് മനസ്സിലായി എന്ന് ഉണർത്തിച്ചതാ. അല്ല, പണ്ടേ ചിലരൊക്കെ ഇവിടെ ഒളിച്ചും പാത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലെ ശകുനിക്ക് രാമായണത്തിലെ മന്ദരയിൽ ജനിച്ചതാണ് ഞാനെന്ന്.
ഈ വിലാസിനിക്ക് അതിലെ അഭിമാനേ ഉള്ളൂ. കാരണം നിങ്ങൾ മനസ്സിൽ കാണുമ്പോ വിലാസിനി അത് മാനത്ത് കാണുന്നുണ്ട്. അതാണ് തൃച്ചംബരത്ത് വിലാസിനിയുടെ കഴിവ്. മേഡം അത് അയ്യോ വേണ്ട വേണ്ടേ, ഞാനൊന്നും അറിഞ്ഞില്ലേ. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചപാവാണെന്നൊക്കെ വിളമ്പാനാണെങ്കിലേ അതങ്ങ് അഖിലാണ്ടേശ്വരിയുടെ ടേബിളിൽ ഇറക്കിയാ മതി. ആ ചീട്ട് ഇങ്ങോട്ടിടണ്ട. ആ ചീട്ടല്ല മേഡം, ഞാൻ അപ്പ കാണിച്ചത് അഭിനയം തന്നെയായിരുന്നു. അതിൽ ഈ ദാസിന് ഒട്ടും കുറ്റബോധവും ഇല്ല. പെൺമക്കളുള്ള ഏതൊരച്ഛനും ജീവിതത്തിൽ ചില വേഷങ്ങൾ കെട്ടി അഭിനയിക്കേണ്ടി വരും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, മാഡം എന്ത് ഉദ്ദേശിച്ച ഈ രജിസ്റ്റർ മാരേജിനൊക്കെ തുനിഞ്ഞിറങ്ങുന്നത്? എന്റെ മോളെ കൊന്നിട്ട് അടങ്ങുമെന്നാണോ ഉദ്ദേശം? അതങ്ങനെ തന്നെയാണെന്നങ്ങ് ധരിച്ചോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഏതായാലും നാട് മുഴുവനുള്ള അമ്പലങ്ങളിൽ ഇങ്ങനെ കേറി ഇറങ്ങി മൃതസഞ്ജീവിനി മന്ത്രം ജപിച്ചാലും മൃത്യുഞ്ജയ ഹോമം നടത്തിയാലും അവൾക്ക് ആയുസ് നീട്ടിക്കിട്ടാനൊന്നും പോകുന്നില്ല. അത് ഉറപ്പാ. അറിയാം. തൃച്ചംബരത്തെ ഇളയ മേഡം ആങ്ങളയുടെ മകനെ കൊണ്ട് എന്റെ മോളെ കല്യാണം ആലോചിച്ചപ്പോഴേ ഞാൻ സൂക്ഷിക്കണമായിരുന്നു മുഴുകുടിയനെ മരുമകനായി കിട്ടാൻ പോകുന്നതെന്ന്. ഓ, കൊടിയുടെ കാര്യമൊന്നും പറയണ്ട. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ മോള് കാരണം കുടിയനായ കഥ തൃച്ചംബരത്തെ ദാസൻ അറിഞ്ഞില്ലേ? അപ്പോ അറിഞ്ഞേ. കൂട്ടത്തിൽ അറിഞ്ഞ മറ്റൊരു കാര്യം കൂടിയാ. അറിയല്ല, നേരിട്ട് കണ്ടു. തൃച്ചംബരത്തെ ഇളയ മേഡത്തിന്റെ അനന്തരവൻ വീട്ടുജോലിക്കാരി സുജാതയെ നടു റോഡിൽ വെച്ച് വറയ്ക്കുന്നു. അതിനാ നാട്ടുകാർ കൈവച്ചെന്ന് അഖിലാമ്മയുടെ അറിഞ്ഞിരുന്നെങ്കിലേ അനന്തരവൻ ഇതിനകം നാട് കടത്തിയേനെ. വെറുതെ മാഡം എന്നെ കൂടെ ഒരു കഥകൾ പറയിപ്പിക്കരുത്. ഓ, എന്ത് കഥ! ഇനി അവൻ എത്ര മോശക്കാരനാണെന്ന് പറഞ്ഞാലും അവർ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറില്ലെന്ന് അറിയാം. വരം വാങ്ങിയതല്ലേ, അതും സത്യപ്രമാണ വ്രതം. അഖില അത് നടത്തുമെന്ന് എനിക്ക് ഉറപ്പാ. എന്നാ തുറന്നു പറയാം മാഡം, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് 10-15 മക്കളൊന്നുമില്ല ഒന്നിനെ ബലി കൊടുക്കാൻ. മാഡത്തിന്റെ അനന്തരവൻ മദ്യപിച്ച് വന്നതിന്റെ അടുത്ത രാത്രി ഞാൻ അഖില മാഡത്തിനെ കാണാൻ പോയിരുന്നു. സാരമില്ല ദാസേട്ട, ചന്ദ്രൻ കല്യാണിയായിട്ട് കണ്ണത്തം ദൂരത്തിന് ഉണ്ടാവും പറഞ്ഞ ഉറപ്പില്ല ഈ കല്യാണം നടക്കുന്നത്. അമ്മയില്ലാതെ വളർന്നവളാ എന്റെ മോള്. ഞാൻ ജീവിക്കുന്നതിന് എന്റെ മോൾക്ക് വേണ്ടിയാ. എന്റെ കുഞ്ഞിനെ നിങ്ങൾ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത് വരെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛനാ ഞാൻ. പക്ഷേ ഇനി ഇതുപോലെ രജിസ്റ്റർ മാരേജ് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉടായിപ്പിന് ശ്രമിച്ച നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ദാസിന്റെ അഭിനയല്ല, താണ്ഡവ. നിങ്ങളെ കൊന്ന് കൊല വിളിച്ചിട്ടുള്ള താണ്ഡവം. അമ്പലത്തിന് മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ചെന്ന് തൊഴാൻ നോക്ക്. ഉള്ളിലെ ഇരുട്ടെ കുറിച്ച് വെളിച്ചം കയറട്ടെ. കഷ്ടം. എന്താ ഭായ്, കുടിക്കുന്നില്ലേ? വേണ്ട സുബു ഭായ്, വേണ്ട. ഞാനിപ്പോ മദ്യപിച്ച ശരിയാവില്ല, അതുകൊണ്ടാ. അത് കൊള്ളാം. മുംബൈക്കാരനായിട്ട് സിപിക്ക് അറിയില്ലേ, GS അടിച്ചാ പിന്നെ സിപ്പ് ചെയ്ത് വെക്കാൻ പാടില്ല. അത് മദ്യപന്മാരുടെ എത്തിക്സിന് തന്നെ എതിരാണ്. അറിയാ അരവിന്ദ് ഭായ്, പക്ഷെ ഇപ്പൊ കുടിക്കാതിരിക്കുന്ന എനിക്ക് നല്ലത്. പ്രത്യേകിച്ച് കല്യാണത്തിന് ഇനി അധിക സമയമില്ലല്ലോ, അതുകൊണ്ടാ. അടിക്ക് CP, ഒറ്റ വലിയ വലി. നല്ല ഉഗ്രൻ സാധനമാണ്, നല്ല സുഖം. ആ എങ്കിലയക്കളയാ. അടിക്ക് CP. അപ്പോഴേ ഭായ്, അടിച്ചു തുടങ്ങിയാ പിന്നെ കാലുറയ്ക്കാത്തത് ചന്ദ്രന്റെ ഒരു കണക്ക്. കൂടെ നിങ്ങളും കുടിക്കണം. ഇനിയിപ്പോ അടുത്ത വെക്ക് ഞാൻ ഒഴിക്കാം. അരവിന്ദ് ഭായ് നല്ല കീറാണെന്ന് ആന്റി പറഞ്ഞറിയാം.
CP വെള്ളം ഒഴിച്ച് കഴിക്ക്. ഏയ്, വെള്ളം ഒഴിച്ച് കഴിക്കുന്നതൊക്കെ കൊച്ചു പിള്ളേരല്ലേ, നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ. അത് ശരിയാ, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഉം. ഈ പ്രേമനൈരാശ്യം വരുന്നവന്മാരാ ഈ കരള് വാട്ടിങ്ങനെ കുടിക്കുന്നത്. അത് പറഞ്ഞപ്പോഴോർത്ത് ഒരു കാര്യം ചോദിക്കട്ടെ, CP ബായ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഏയ്, നൈ 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 നൈ, ഈ പ്രേമ മുഹബത്ത് അതൊന്നും നമുക്ക് ശരിയാവില്ല ഭായ്. നമ്മുടെ ലൈൻ വേറെയാ. കെട്ടാ കൊണ്ടുപോവാ, കെട്ടാ കൊണ്ടുപോവാ, കെട്ടാ കൊണ്ടുപോവാ. ഇത് കേട്ടാ ചന്ദ്രൻ മാസം തോറും കല്യാണം നടത്തി പെണ്ണുങ്ങളെ കൊണ്ടുവന്ന മട്ടാണല്ലോ. അല്ല ബായ്, ഇതന്നെയാണ് നിങ്ങളുടെ പണി? ഏയ്, നോ 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 നോ, നമ്മള് മര്യാദ പുരുഷോത്തമനാ, ശ്രീരാമന്റെ ആളാ. ഒരൊറ്റ ഭാര്യ, അത് തന്നെ ധാരാളം. അവിടെയാണ് കുഴപ്പം. സീതയെ പോലെ അല്ല കല്യാണി. അവൾക്ക് കല്യാണത്തിന് മുമ്പേ ഒരേ പ്രേമാണ്. CP വഞ്ചിക്കാനാണ് പ്ലാൻ. വഞ്ചിക്കാനോ? ആ അതെ, നമ്മുടെ ആനന്ദിന് കല്യാണിയോട് പ്രണയമാണ്, നല്ല കടുത്ത പ്രണയം. ശരിയാ, ബ്രോ ഒരാണാണെന്നെങ്കിലും പറയാം. പക്ഷെ കല്യാണി ബ്രോയെ അങ്ങോട്ട് പ്രണയിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഓ CPയുടെ ഒരു തലയിലെഴുത്ത് ഞാൻ ആലോചിക്ക. അതെ, ചോടുതോ ഭായ്, ചോടുതോ. ഈ പ്രേമം മണ്ണാങ്കട്ട, അതിലൊന്നും ഒരു കാര്യമില്ല. ഹായ്, ഒന്നുകൂടെ ഒഴിച്ചേ, അല്ലെങ്കിൽ വേണ്ട, ഉപ്പിയോടെ അടിക്കും. ആ, അപ്പൊ നിങ്ങളിപ്പം പറഞ്ഞു വരുന്നത് ഞാൻ കെട്ടാൻ പോകുന്ന കല്യാണിക്ക് ഇവിടുത്തെ ആനന്ദകൃഷ്ണനോട് പ്രേമമാണെന്ന്. എനിക്കറിയാത്. കല്യാണിക്കുള്ളത് വെറും പ്രണയമല്ല, നല്ല കട്ട പ്രണയ. കാരണം അത് പണ്ട് ഞാൻ ആ ഡയറി വായിച്ചപ്പോഴേ മനസ്സിലായതാ. എന്താല്ലേ? അതുകൊണ്ട് ഈ രാത്രിയില് എന്നെ ഈ കാർ ഷെഡ് വിളിച്ചിരുത്തി കള്ളം തന്ന് കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ നടക്കില്ല. ഞാനേ കളി കുറെ കണ്ടവനാ. മലയാളി കളിയല്ല, മുംബൈ കളി. അതുകൊണ്ട് ഭായിമാര് വല്ല മനക്കോട്ടയും കേട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. കല്യാണിക്കൊരു കല്യാണം ഉണ്ടെങ്കിലേ അത് ഈ ചന്ദ്രനുമായിട്ടാ, ചന്ദ്രനുമായിട്ട് മാത്രം. അപ്പോ ഗുഡ് നൈറ്റ്. ആ, പോകുമ്പോ ഞാൻ ഈ കുപ്പിയും കൂടെ കൊണ്ടുപോണേ. എന്നാ പിന്നെ ശരി. അതിൽ ചീറ്റി മോശം. അമ്മേ, അമ്മയ്ക്കറിയാലോ, ഇത് 4 ആളറിയ വലിയ കുഞ്ഞ് എന്റെ കഴുത്തിൽ കെട്ടിയ താലിയല്ല. പക്ഷേ ഞാനിതിനെ ഈ നിമിഷം വരെ പവിത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്നുവെച്ച് എന്നെങ്കിലും ഒരു നുള്ളു കുങ്കുമം നെറുകയിൽ ചാർത്തി എന്റെ വിവാഹ സ്വപ്നങ്ങളെ വലിയ കുഞ്ഞിനോട് ചേർത്ത് നിർത്താമെന്നൊന്നും ഞാൻ കരുതിയിട്ടേയില്ല. നടക്കാത്ത കാര്യം അത്, എനിക്കറിയാം. ഇത്രയും നാളും വലിയ കുഞ്ഞിനോടുള്ള എന്റെ ഇഷ്ടങ്ങളെ മനസ്സിന്റെ ഒരു കോണിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് പോലെ ഈ താലിയും ഒളിപ്പിച്ചു വെച്ചാ ഞാൻ ജീവിച്ചത്. ഇത് കഴുത്തിലുള്ളപ്പോ ഏതോ ഒരു ബന്ധത്തിന്റെ ഉറപ്പുള്ളതുപോലെ തോന്നിയിരുന്നു. പക്ഷെ ഇനി എത്ര നേരവാ ഈ താലി അണിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് നേരിട്ട് പറയാനാ ഞാൻ അമ്മയുടെ ഫോട്ടോ എടുത്തത്.
അടുത്ത ജന്മമെങ്കിലും വല്യുഞ്ഞിനെ എനിക്ക് സ്വന്തമാക്കണം അമ്മേ. ഒരായുസിന്റെ പ്രാർത്ഥന കൂടിയാണിത്. അതെ അമ്മേ, അമ്മ വേണം അതിന് സഹായിക്കാൻ. ഇവളിതെന്ത് ചെയ്തോണ്ടിരിക്കുക? ഒറ്റയ്ക്ക് എന്താ പരിപാടി എന്ന് നോക്കണമല്ലോ. കല്യാണി, കല്യാണം അടുത്തപ്പോ അമ്മയുടെ ഫോട്ടോ നോക്കിയിരുന്ന് കരയുവാണോ? എന്തു പറ്റി കല്യാണി? എന്നോട് പറയേ. അത് പിന്നെ എന്റെ കല്യാണം കാണാൻ അമ്മ ജീവനോടില്ലല്ലോ എന്നോർത്ത് സങ്കടം വന്നതാ. മനസ്സിലായടി, മനസ്സിലായി. നീ ആരെ പിരിയുന്ന സങ്കടത്തിലാണ് ഇരുന്ന് കരയുന്നതെന്ന് എനിക്കറിയാടി. അമ്മ ഇല്ലെങ്കിൽ എന്താ കല്യാണി? ആ സ്ഥാനത്ത് അഖിലാണ്ടി നിന്നല്ലേ നിന്റെ കല്യാണം നടത്തുന്നത്. സങ്കടപ്പെടാണ്ടിരിക്കേ. ചന്ദ്രന്റെ താല് നിന്റെ കഴുത്തിലേറുന്ന നിമിഷം നിന്റെ ശനി തുടങ്ങൂടി. പിന്നെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് എടുക്കാൻ നീ കാലിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാ മതി. ശരി കല്യാണി, ഒരുപാട് സമയമായില്ലേ? എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങണം. ഇനിയും നിനക്ക് സങ്കടപ്പെടാനും പ്രാർത്ഥിക്കാനും ബാക്കിയുണ്ടെങ്കിലേ നേരെ ഇവിടുത്തെ പൂജാമുറിയിലേക്ക് ചെല്ലുക കേട്ടോ. എന്റെ ഉറക്കം ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ദൈവമേ, ഇത് എന്നെ ഭാര്യയാക്കാൻ വേണ്ടി വലിയ കെട്ടിയ താലിയല്ല. പക്ഷേ ഇത് ഊരി മാറ്റാൻ നോക്കുമ്പോഴൊക്കെ വലിയ ഓരോരോ ആപത്തുകൾ വരിക. ഒരിക്കൽ ഊരി മരത്തിലേക്കിട്ടതാ ഞാൻ ഈ താലി. അത് പക്ഷേ ഞാൻ പോലും അറിയാതെ തിരികെ കഴുത്തിലേക്ക് വീഴുകയായിരുന്നു. ഇപ്പോ പേടിയാ എനിക്കിത് ഊരി മാറ്റാൻ. എന്റെ വലിയ ആപത്ത് വരുമെന്നുള്ള പേടി. അറിഞ്ഞോ അറിയാതെയോ ദൈവം ചേർത്ത് വെച്ചതാ ഞങ്ങളെ. പക്ഷേ ഇന്ന് അവസ്ഥ മാറിയിരിക്കുക. നാളെ എന്റെ ഈ കഴുത്തില് മറ്റൊരാളുടെ താലി ഏറാൻ പോവാ. അതിനു മുമ്പ് ഇത് ഊരി മാറ്റണം. മാറ്റിയേ പറ്റൂ.
അതാണ് ലോകനീതി. ഇത് എന്റെ കഴുത്തിൽ നിന്ന് ഊരി മാറ്റുമ്പോ എന്റെ ജീവൻ അങ്ങ് നിലച്ചിരുന്നെങ്കിലെന്ന് മാത്രമാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. എന്തു വന്നാലും എന്റെ വലിയ കുഞ്ഞിന് ഒരാപത്തും വരുത്താതെ നീ വേണം കാക്കാൻ. അറിയാലോ, എനിക്കെന്റെ ജീവനാ വലിയ കുഞ്ഞ്. നാളെ ഞാൻ ഈ താലി ഊരി അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലിടും. അതോടെ നിന്റെ ഉത്തരവാദിത്വ വലിയ കുഞ്ഞിന്റെ ജീവന്റെ രക്ഷ. സഹായിച്ച് അനുഗ്രഹിക്കണം ദൈവമേ.